ഈ കൂടിയിട്ട് നേരത്ത് ഞാൻ എങ്ങോട്ടാ പോണേന്നല്ലേ? എനിക്കൊരു വർക്കുണ്ട്, അങ്ങോട്ട് പോവാ, നിങ്ങളും കൂടെ വാ. ഇതാണ് നമ്മുടെ ബ്രൈഡ് രമ്യ. ഇന്നത്തെ വർക്കിന്റെ ഡീറ്റെയിൽസും വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പെരിങ്ങോടായിരുന്നു ബ്രൈഡിന്റെ വീട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡിസ്റ്റൻസ് പെരിങ്ങോട്ടേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെയാണ് ഇറങ്ങിയത്. പക്ഷെ എക്സാക്റ്റ് വീട് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ലാഗായി. അതുകൊണ്ട് തന്നെ എത്താൻ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത സമയത്ത് ഞാൻ എത്തിയില്ല. 10 മിനിറ്റ് കൊണ്ട് എത്തണം എന്ന് വിചാരിച്ചത് എത്തിയില്ല. ഒരു 20 മിനിറ്റ് ഒക്കെ എടുത്തു. ചെന്നപ്പോൾ തന്നെ രമ്യ പറഞ്ഞു കേട്ടോ, ചേച്ചി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റും കൂടി അവിടെ ഒരു ഡിലേ ഉണ്ടായിരുന്നു. നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത്രയും ലേറ്റ് ആയിട്ടാവും അവർ തലേന്ന് കിടന്നിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ ക്ഷീണം ഒക്കെ കാരണം അവർ കിടക്കാൻ ഒന്ന് കിടന്നു വന്നപ്പോഴത്തേന് നേരം വെളുത്തു എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. വർക്കുള്ള ദിവസം എൻ്റെയും ഏകദേശം അവസ്ഥ അത് തന്നെയാണ് കേട്ടോ. കാരണം രാത്രി കിടന്ന് ഉറക്കവും വരില്ല, രാവിലെ അതായത് നീക്കാനുള്ള സമയമായോ എന്ന് ആലോചിച്ചിട്ട് നേരെ ഉറക്കമൊന്നും വരില്ല. പിന്നെ ആ ഉറക്കമൊന്ന് കണ്ണിൽ പിടിച്ചു വന്നാൽ അപ്പോഴത്തേക്കും അലാറം അടിക്കുകയും ചെയ്യും. അതാണ് എപ്പോഴും ഉണ്ടാവാറ്. ആ ഒരു ഉറക്കച്ചടവ് എൻ്റെ മുഖത്ത് കാണാനും പറ്റും കേട്ടോ. പിന്നെ വർക്ക് കഴിഞ്ഞ് വന്ന് സുഖമായി കിടന്നുറങ്ങാലോ എന്ന് ആലോചിക്കുമ്പോൾ പ്രശ്നം തോന്നില്ല. വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അധികം രമ്യയുടെ അടുത്ത് സംസാരിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം കർക്കിടകത്തിൽ നമുക്ക് അങ്ങനെ വർക്ക് കുറവായിരുന്നുകൊണ്ട് ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ ഒരു പറഞ്ഞ ആ സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കണം എന്നുള്ള ഒരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മാക്സിമം സംസാരിക്കാതെ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കണം വർക്ക് വിചാരിച്ച സമയത്തിന് മുന്നേ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റി കേട്ടോ. പിന്നെ രമ്യയുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു, സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രൈഡ്സിനോട് പറയാറ് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വെഡിങ്ങിന് ശേഷം ചെയ്യായിരിക്കും നല്ലതെന്ന് പറയണത്. കാരണം ഹെയർ കുറച്ചുകൂടിയും അതിൻ്റെ ടെക്സ്ചർ നന്നായിരിക്കും, സ്റ്റൈൽ ചെയ്യാൻ പറ്റും, നോർമൽ ഹെയറിലായിരിക്കും. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്രിംപ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മൾ വിചാരിച്ച ആ ഒരു ടെക്സ്ചർക്ക് ചിലപ്പോൾ ഹെയർ എത്തില്ല. ആ ഒരു സോഫ്റ്റ് ഫീൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഭയങ്കര ഫ്രിസി ഹെയർ ഒക്കെ ആണെന്നുവെച്ചെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാനേജ് ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും. ഇത് രമ്യയുടെ ഫസ്റ്റ് ലുക്കാണ്, അതായത് ടെമ്പിൾ ലുക്കാണ്. ഇനി ഒരു താലികെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാരി ചേഞ്ചും കൂടി ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ്? നന്നായിട്ടുണ്ടോ? ഐ മീൻ ഞാൻ ചെയ്ത മേക്കപ്പ്. സാരി ഡ്രേപ്പ് ചെയ്തതൊക്കെ അമ്മയാണ് കേട്ടോ. ഹെയർ സ്റ്റൈല് രമ്യ കാണിച്ചു തന്ന റെഫറൻസ് പിക്ക് പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരിക്ക് തെച്ചി പ്ലസ് തുളസി ഇല കൂടി അങ്ങനെ കോർത്തിട്ടുള്ള മാല കൂടി ഹെയറിൽ വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് തുളസി കിട്ടിയില്ല, തെച്ചിയും കൂവളത്തിൻ്റെ ഇലയായിട്ട് കോർത്ത മാലയാണ് കിട്ടിയത്. അത് വെച്ചപ്പോൾ ഭയങ്കര ഒരു കാട് പോലെ ഫീൽ ചെയ്തു കേട്ടോ, ഒതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. കാരണം മുല്ലപ്പൂ മാത്രം വെക്കുമ്പോൾ ഉള്ള ആ ഒരു ലുക്ക് തെച്ചിയും കൂവളവും കൂടി ഇതിൻ്റെ കൂടെ വെച്ചപ്പോൾ ഭംഗി തോന്നിയില്ല. ലിപ് കളർ കുറച്ചുകൂടി ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അവരുടെ സെക്കൻഡ് സാരി എന്ന് പറയുന്നത് റെഡ് കളറായിരുന്നു. അപ്പോൾ രമ്യ പറഞ്ഞു ആ ഒരു റെഡ് ഷെയ്ഡ് വേണമെന്ന്. അപ്പോൾ അതാണ് നമ്മൾ റെഡ് കൊടുത്തത് കേട്ടോ. ആ നെക്ക് പീസിന് മാച്ചായിട്ട് തന്നെ ഉള്ള മാട്ടി ആൻഡ് ആ ഹിപ്പ് ചെയിൻ എല്ലാം രമ്യ തന്നെ എൻ്റെ നിന്ന് സെലക്ട് ചെയ്തെടുത്താട്ടോ. അപ്പോൾ അത് ഇട്ട് വന്നപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്, നന്നായിട്ട് നല്ല മാച്ചായിട്ടുണ്ട്. പിന്നെ രമ്യയുടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് രമ്യയുടെ ഏട്ടത്തി അമ്മേനെയും ഒന്ന് ചെറിയൊരു മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ സാരി ഡ്രേപ്പിങ്ങും ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല, വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നുപോയതാണ്. അയ്യോ, ഒരു കാര്യം ഞാൻ ഇൻട്രൊഡക്ഷനിൽ, അതായത് രമ്യനെ പരിചയപ്പെടുത്തുമ്പോൾ പറയേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. രമ്യ എൻ്റെ ഫ്രണ്ട് രഞ്ജിത്തിൻ്റെ അനിയത്തിയാണ്. രഞ്ജിത്ത് ത്രൂ ആണ് എനിക്ക് വർക്ക് കിട്ടിയത് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ വിശ്വസിച്ചുകൊണ്ട് വർക്ക് ഏൽപ്പിക്കുക, നമ്മൾ ചെയ്യണ ആ ഒരു വർക്കിനെ അവർ റെസ്പെക്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയണത് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രൗഡ് ഫീലാണ്, ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫീലാണ് കേട്ടോ. നമ്മളൊരു ഫീൽഡിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരും അധികം സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് ഒരു സത്യമാണ് കേട്ടോ. കൂടുതൽ നമ്മൾ അറിയുന്നവരായിരിക്കും കൂടുതൽ റിജക്റ്റ് ചെയ്യാൻ സാധ്യത. ടെമ്പിൾ ലുക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സാരി ചേഞ്ചിങ്ങിന് വേണ്ടി ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. കൂറ്റനാട് KM ഓഡിറ്റോറിയം ആണിത്.
ഞങ്ങൾ നേരെ അങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാനിങ്ങനെ ആരും ഇല്ലാതെ ഒരു കല്യാണ ഒരുക്കങ്ങളൊക്കെ ആയി കിടക്കുന്ന ഒരു ഓഡിറ്റോറിയം ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷായി തിരിച്ചു വരാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ പോരുകയാണ് ചെയ്തത് കേട്ടോ. താലികെട്ട് കഴിഞ്ഞ് അവർ പുടവ കൊടുത്തിട്ട് അത് നമ്മുടെ കയ്യിൽ കിട്ടിയാലേ നമുക്ക് പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കിട്ടുന്നവരെ നമ്മൾ കട്ട പോസ്റ്റായിരുന്നു. അപ്പോൾ അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഗണേശൻ്റെ ഒക്കെ കൂടെ വീഡിയോ എടുത്ത് നിന്നു. നമ്മുടെ കയ്യിൽ സാരി കിട്ടിയിട്ടോ. അതിന് ഞാനും അമ്മയും കൂടി പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് അയൺ ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ബ്രൈഡ് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത് താലികെട്ട് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ എന്തോ ചെറിയൊരു ചടങ്ങുണ്ട്, അതും കഴിഞ്ഞിട്ടായിരിക്കും ഓഡിറ്റോറിയത്തിലേക്ക് വരിക എന്നാണ് പറഞ്ഞിരുന്നത്. സോ നമുക്ക് സമയം ഉണ്ടായിരുന്നു. സെക്കൻഡ് സാരി ചേഞ്ചിങ്ങിന് ഒട്ടും സമയം ഉണ്ടാവില്ല എന്നായിരുന്നു ആദ്യം വിചാരിച്ചത് കേട്ടോ. കാരണം ഒരു 5-10 മിനിറ്റേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പ്രീ പ്ലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കിട്ടി. ഈ റെഡ് കളർ സാരിയാണ് സെക്കൻഡ് സാരി ആയിട്ട് ഉണ്ടായിരുന്നത്. എനിക്ക് ഈ സമയമായപ്പോഴത്തേനും അത്യാവശ്യം നല്ല ഉറക്കം വന്നിരിക്കുന്ന സമയം കേട്ടോ. കാരണം വർക്കുള്ള ദിവസമാണെങ്കിൽ നമ്മൾ പുലർച്ചെ പോയി വർക്ക് കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയാൽ ഞാൻ കിടന്നുറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ വീണ്ടും വർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അപ്പോൾ അയ്യോ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു ക്ഷീണം മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. മനസ്സിൽ മാത്രമല്ല മുഖത്തും ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നേരം നിന്ന് കഴിയുമ്പോൾ നന്നായിട്ട് കാല് വേദനിക്കും. അങ്ങനെ സാരിയും പ്രീ പ്ലേറ്റ് ചെയ്ത് നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ബ്രൈഡ് വന്നു. അപ്പോൾ രമ്യ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാൻസ് കളിക്കും ചേച്ചി, അപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡാൻസ് ഒന്നും കളിക്കണില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റഫായിട്ട് ഇടായിരുന്നു. ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ ഓർണമെൻറ്റ്സ് അവിടെ തന്നെ നീറ്റായിട്ട് നിൽക്കണം. പിന്നെ അതുപോലെ തന്നെ സാരിയും അത്യാവശ്യം നന്നായിട്ട് സെക്യൂർ ആയിരിക്കണം. അപ്പം ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ രമ്യ തന്നെ ടെൻഷനായിട്ട് അയ്യോ ഞാൻ ഈ ഡാൻസ് ഒന്നും കളിക്കാൻ പോകുന്നില്ല എന്ന് ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇനി എങ്ങാനും ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ഓർണമെൻറ്റ്സ് എല്ലാം ഗ്ലൂ വെച്ചിട്ടാണ് സെക്യൂർ ചെയ്ത് വെച്ചത്. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ നിന്നില്ല. സ്റ്റിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും എക്സ്ട്രാ സമയം എടുക്കുമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ പാലക്കാടാണ് അവരുടെ വീട്. അപ്പം അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ വേണം. ബ്രൈഡ് വന്നതും ഓഡിറ്റോറിയം ഫുൾ ആൾക്കാരുമായിട്ടോ. അതിന് മുന്നേ തന്നെ ആൾക്കാർ വരാൻ തുടങ്ങിയിരുന്നു. അവർ വരാൻ ഇത്തിരി ലേറ്റായി. പിന്നെ വന്നപ്പോൾ, അതായത് ബ്രൈഡ് വന്നപ്പോൾ പിന്നെ ഒരു ചടപടയെന്ന് വെച്ചിട്ടായിരുന്നു. പെട്ടെന്ന് സാരി ഡ്രേപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഡിറ്റോറിയത്തിലെ പരിപാടി ഈ സാരിയിലുള്ള അവരുടെ ഒരു പ്രസൻസ് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ വെച്ചെങ്കിൽ അത് നീറ്റായിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വന്നു അവിടെ. കുറച്ച് നേരമാണെങ്കിലും പെട്ടെന്ന് എടുക്കുകയും വേണം, എന്നത് നീറ്റാവണം, കംപ്ലീറ്റ്ലി സെക്യൂർ ആയിരിക്കും വേണം. എന്നാലും പെട്ടെന്ന് ഡ്രേപ്പ് ചെയ്യാൻ പറ്റിയിട്ടോ. സാരിയും അത്യാവശ്യം നല്ല സാരിയായിരുന്നു. ചില സാരികളൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആവുകയില്ല. അതായത് ഇങ്ങനെ പൊങ്ങി നിൽക്കുക, അങ്ങനെയൊക്കെ ആവുമ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അത് കഴിഞ്ഞ് വന്നപ്പോഴായിരുന്നു അവരുടെ ഡാൻസ് പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നത്. നന്നായിരുന്നു കേട്ടോ ഡാൻസ് കാണാൻ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ആ ഡാൻസ് കുറച്ച് നേരമൊക്കെ കണ്ടു നിന്നു കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു. ഒന്നാമത് നല്ല ഒരു ഫ്ലോയിൽ അവർ കളിക്കുന്നുമുണ്ട്. പിന്നെ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.